നമസ്കാരം. നാളെ മിഥുനമാസം 1-ാം തീയതി. കേവലമൊരു മാസപ്പിറവി മാത്രമല്ല ഈ ദിവസം. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വളരെ വലിയ മാറ്റങ്ങളുടെ, മഹാഭാഗ്യങ്ങളുടെ തുടക്കമാണ് ഈ ദിവസം. ഇത് വെറുമൊരു കലണ്ടർ മാറുന്നത് പോലെ സാധാരണ ദിവസമല്ല സുഹൃത്തുക്കളെ. പ്രകൃതിയിലെ ഊർജം മുഴുവൻ നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു പുണ്യദിനമാണിത്. ഒരുപാട് യാതനകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, രാത്രികളിൽ ഉറങ്ങാൻ കഴിയാത്ത വിധം സങ്കടങ്ങൾ അനുഭവിച്ചവരാണ് ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലരുമെന്ന് എനിക്കറിയാം. തൊടുന്ന കാര്യങ്ങളിലെല്ലാം തടസ്സങ്ങൾ, വിട്ടുമാറാത്ത ധനപരമായ പ്രയാസങ്ങൾ, വീട്ടിലെപ്പോഴും അശാന്തി. ഈ ഒരു കഷ്ടപ്പാടിൻ്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം വേണ്ടേ? ഉറപ്പാണ്, നിങ്ങൾക്കതിനുള്ള വഴി തെളിയാൻ പോവുകയാണ്. ഞാനീ പറയാൻ പോകുന്ന 11 നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഈ പുണ്യ ദിവസത്തിൽ ഇവർ നിങ്ങളുടെ ഭവനത്തിലേക്ക് ആദ്യമായി കടന്നു വരികയാണ് എങ്കിൽ അവരിൽ നിന്ന് 1 രൂപയെങ്കിലും നിങ്ങൾ കൈനീട്ടമായി വാങ്ങണം. ഇതൊരു അന്ധവിശ്വാസമല്ല സുഹൃത്തുക്കളെ. നമ്മുടെ വേദങ്ങളും പ്രകൃതി നിയമങ്ങളും പറഞ്ഞു തരുന്ന വലിയൊരു ഊർജശാസ്ത്രമാണ്. ആ രൂപരേഖ കേവലമൊരു നാണയത്തുട്ടല്ല. അത് നിങ്ങളുടെ വീട്ടിലേക്ക് ലക്ഷ്മി ദേവി കടന്നു വരുന്നതിൻ്റെ വലിയ ഭാഗ്യത്തിൻ്റെ അടയാളമാണ്. വരുന്ന ഒരു മാസമല്ല, വരാൻ പോകുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായി മാറ്റിമറിക്കാൻ പോകുന്ന ഭാഗ്യദിനങ്ങളാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. ധനവരവ് വർദ്ധിക്കും, തടസ്സങ്ങൾ നീങ്ങും, നിങ്ങൾ കാലങ്ങളായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി നടക്കും. ഇത് ഉറപ്പാണ്, സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ആരാണ് ഈ 11 നക്ഷത്ര ജാതകർ? അവർക്ക് എന്തുകൊണ്ടാണ് ഈ ദിവസം ഇത്രയധികം ശക്തിയുള്ളത്? മിഥുനം 1-ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുക, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജ്യോതിഷശാസ്ത്രമനുസരിച്ച് ഓരോ മലയാള മാസത്തിൻ്റെയും 1-ാം തീയതി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ ഒരു വലിയ ഊർജ്ജദ്വാരം അല്ലെങ്കിൽ എനർജി പോർട്ടൽ തുറക്കുന്ന സമയമാണ്. ആകാശത്തുള്ള ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും പ്രകൃതിയിലെ ഊർജ്ജ വ്യതിയാനങ്ങളും എല്ലാം ചേർന്ന് നമുക്ക് അനുകൂലമായൊരു അന്തരീക്ഷം ഈ ദിവസം സൃഷ്ടിക്കുന്നുണ്ട്. മിഥുനം 1-ന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ, ഈ ദിവസം ഭാഗ്യത്തിൻ്റെ പോസിറ്റീവ് ഊർജം പ്രപഞ്ചം ഏറ്റവും കൂടുതൽ പ്രസരിപ്പിക്കുന്നത് ഈ 11 നക്ഷത്ര ജാതകർ വഴിയാണ്. ഇവർ പ്രകൃതിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന മാധ്യമങ്ങളായി മാറുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുണ്ടെങ്കിൽ നാളെ അവരോട് വളരെ സ്നേഹത്തോടും ആദരവോടുകൂടിയും പെരുമാറുക. അവരിൽ നിന്നും സ്നേഹപൂർവം ഒരു ചെറിയ തുക കൈനീട്ടമായി വാങ്ങുക. ഇത് അവരുടെ ഉള്ളിലെ പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് പകർന്നു തരുന്ന ഒരു അത്ഭുത മാർഗമാണ്. അതുപോലെ തന്നെ ഈ നാളുകാരെ നിങ്ങൾ 1-ാം തീയതി നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത് നിങ്ങളുടെ ഭവനത്തിൻ്റെ വാസ്തുദോഷങ്ങൾ മാറാനും, വിട്ടുമാറാത്ത കരിങ്കണ്ണും അതുപോലെ തന്നെ ദൃഷ്ടിദോഷവും ഒഴിഞ്ഞുപോയി ഐശ്വര്യം നിറയാനും ഏറ്റവും ഉത്തമമാണ്. ഇനി ഒട്ടും വൈകുന്നില്ല, സമയം കളയാതെ ആ 11 ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയാണ് എന്ന് നോക്കാം. അവരിവരാണ്: അശ്വതി, രേവതി, പുണർതം, പൂയം, ആയില്യം, പൂരുരുട്ടാതി, തിരുവോണം, പൂരാടം, കാർത്തിക, വിശാഖം, മകം. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയുണ്ട്. അതുപോലെ ഈ ദിവസം ഇവർ ചെയ്യേണ്ട ചില ലളിതമായ പരിഹാരങ്ങളുണ്ട്. ഇത് കൃത്യമായി ചെയ്താൽ മാത്രം മതി, ഭാഗ്യം നിങ്ങളുടെ പടിവാതുക്കലെത്തും. ഉറപ്പാണ്. ഈ നക്ഷത്രങ്ങളെക്കുറിച്ച് വിശദമായി പറയുന്നതിന് മുൻപ് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്കൊരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാകണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്നും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രം ഏതാണ്? ഈ 11 നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഞാൻ ഈ പേരുകളെല്ലാം പ്രത്യേകം എഴുതിയെടുക്കുന്നുണ്ട്.
വരാൻ പോകുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് ആദ്യത്തെ നക്ഷത്രത്തിലേക്ക് കടക്കാം. അശ്വതി. അശ്വതി നക്ഷത്ര ജാതകരെ, കേതു ഭഗവാന്റെ ഭരണത്തിൽ ജനിച്ച നിങ്ങളെ സംബന്ധിച്ച് മിഥുനം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ് വരാൻ പോകുന്നത്. ദീർഘകാലമായി നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്ന വലിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കേസുകളോ കടബാധ്യതകളോ ഈ മാസം അവസാനിക്കാൻ പോകുന്നു. ധനപരമായ എല്ലാ തടസ്സങ്ങളും മാറും. നിങ്ങൾക്കിനി ഭാഗ്യമാണ്, നേട്ടമാണ്. എല്ലാ മേഖലയിലും വലിയ ഉയർച്ചയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം മിഥുനം 1 രാവിലെ തന്നെ ഒരു ഗണേശ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭഗവാന് ഒരു ചുവന്ന പൂമാല സമർപ്പിക്കുക. ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ഓം ഗം ഗണപതിയെ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. സാധിക്കുമെങ്കിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിന് അന്നദാനം നടത്തുകയോ ഭക്ഷണ സാധനങ്ങൾ വാങ്ങി നൽകുകയോ ചെയ്യുക. രണ്ടാമത്തെ നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്ര ജാതകർക്കും ഇനി ഭാഗ്യമാണ്. ബുധഭഗവാന്റെ ഭരണത്തിൽ ജനിച്ച നിങ്ങൾ മനസ്സിലെപ്പോഴും മറ്റുള്ളവർക്ക് അറിയാത്ത വലിയൊരു ഭാരവും സങ്കടവും പേറി നടക്കുന്നവരാണ്. എന്നാൽ മിഥുനം 1 മുതൽ ആ മനസ്താപങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞു മാറാൻ പോകുന്നു. തീർച്ചയായും ഒരു ഭൂമി ലാഭമോ പുതിയ വീട് എന്ന സ്വപ്നത്തിൽ തുടക്കമോ വലിയൊരു ഭൗതിക നേട്ടമോ നിങ്ങൾക്ക് ഈ കാലയളവിൽ വന്നു ചേരും. മിഥുനം 1 വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഒരു നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക. വലം വയ്ക്കുമ്പോൾ ഓം നമോ നാരായണ എന്ന മന്ത്രം ഭക്തിപൂർവം ജപിക്കുക. ഒരു പശുവിന് പഴമോ തീറ്റയോ നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സുരക്ഷിതത്വവും ഭദ്രതയും നൽകും. മൂന്നാമത്തെ നക്ഷത്രം പുണർതമാണ്. പുണർതം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി ഭാഗ്യമാണ്. ഗുരു ഭഗവാന്റെ, അതായത് വ്യാഴത്തിൻ്റെ ഭരണത്തിൽ ജനിച്ച നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ഭാഗ്യങ്ങളെല്ലാം ഇരട്ടിയായി തിരിച്ചു വരാൻ പോകുന്നു. പുതിയൊരു ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കും. ദീർഘകാലമായി നിങ്ങൾ ആഗ്രഹിച്ച എന്നാൽ നിങ്ങൾക്ക് നടക്കാതിരുന്ന ഒരു വലിയ കാര്യം പെട്ടെന്ന് നടക്കാൻ പോകുന്നു. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം നാളെ ഒരു ലക്ഷ്മി ദേവി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിലോ പോവുക. പച്ചരിയും ശർക്കരയും നിവേദ്യമായി സമർപ്പിക്കുക. അവിടുത്തെ പ്രാർത്ഥനാവേളയിൽ ഓം ശ്രീം ഹ്രീം ശ്രീ മഹാലക്ഷ്മി നമഃ എന്ന മന്ത്രം ജപിക്കുക. വഴിയിലോ അഗതി മന്ദിരങ്ങളിലോ ഉള്ള ഒരു പാവപ്പെട്ടയാൾക്ക് വസ്ത്രം ദാനം ചെയ്യുക. നാലാമത്തെ നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി ഭാഗ്യമാണ്. ശനി ഭഗവാന്റെ സ്വാധീനത്തിൽ ജനിച്ച നിങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയൊരു പരീക്ഷണഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ ഇനി നിങ്ങൾക്ക് ശനിദേവൻ്റെ അനുഗ്രഹത്താൽ വലിയ ഉയർച്ചയുടെ സമയമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലും അപ്രതീക്ഷിതമായ ലാഭവും വലിയ മാറ്റങ്ങളും വരും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം ഒരു ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാന് കൂവളമാല അർച്ചന നടത്തുക. കൂടെ ശനി ഭഗവാന് കറുത്ത എള്ള് കിഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരു വിശക്കുന്ന മനുഷ്യന് നിങ്ങളുടെ കൈകൊണ്ട് ഭക്ഷണം വാങ്ങി നൽകുക. അഞ്ചാമത്തെ നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്ര ജാതകർക്കും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ്. നാഗ ദൈവങ്ങളുടെ പ്രത്യേക അനുഗ്രഹവും സംരക്ഷണവും ഉള്ളവരാണ് നിങ്ങൾ. നിങ്ങളുടെ ആധ്യാത്മിക ശക്തിയും ആത്മവിശ്വാസവും ഈ ദിവസം മുതൽ ഇരട്ടിയാകാൻ പോകുന്നു. വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് രോഗശാന്തി ഉണ്ടാകും. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റവും ആദരവും ലഭിക്കും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം മിഥുനം 1 ഒരു നാഗക്ഷേത്രത്തിലോ സർപ്പക്കാവിലോ പോയി പാല് മഞ്ഞൾപ്പൊടി അഭിഷേകം നടത്തുകയോ വഴിപാടായി കഴിക്കുകയോ ചെയ്യുക. ഓം നാഗരാജായ നമഃ എന്ന മന്ത്രം ജപിക്കുക. വൈകുന്നേരം ക്ഷേത്രങ്ങളിൽ സാധിക്കുമെങ്കിൽ വിളക്കുകൾ തെളിയിക്കാൻ സഹായിക്കുക. ആറാമത്തെ നക്ഷത്രം പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യമാണ്. നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നീക്കാൻ അനുവദിക്കാതെ തളച്ചിടുന്ന വലിയൊരു തടസ്സം ഒഴിഞ്ഞു മാറാൻ പോകുന്നു. ഒരു സ്വന്തം വീട് അല്ലെങ്കിൽ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയൊരു ആഗ്രഹം സഫലമാകും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവത്തിൻ്റെ ഒരു അദൃശ്യമായ കൈത്താങ്ങ് ഈ മാസം മുതൽ നിങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയോ ശ്രവിക്കുകയോ ചെയ്യുക. വലം വയ്ക്കുമ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുക. ഉഴുന്ന് അല്ലെങ്കിൽ കറുത്ത ധാന്യങ്ങൾ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് ദോഷങ്ങൾ അകറ്റും. ഏഴാമത്തെ നക്ഷത്രം തിരുവോണമാണ്.
തിരുവോണം നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ്. സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ജന്മനക്ഷത്രമാണിത്. നിങ്ങൾക്കൊരു പുതിയ ഉദ്യോഗ ലാഭമോ അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ വലിയൊരു ശമ്പള വർധനവോ ഈ ദിവസം മുതൽ ആരംഭിക്കാൻ പോകുന്നു. ദൈവകൃപ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം, ഒരു വൈഷ്ണവ ക്ഷേത്രത്തിൽ ഭഗവാന് തുളസിമാല സമർപ്പിക്കുക, ഒരു സാധുവിന് നല്ല ഭക്ഷണം നൽകുക, അതുപോലെ ഗോശാലകളിൽ പോയി പശുവിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്നതും വളരെ ഉത്തമമാണ്. 8ാമത്തെ നക്ഷത്രം പൂരാടമാണ്. പൂരാട നക്ഷത്ര ജാതകരെ ശുക്രഭഗവാന്റെ ഭരണത്തിൽ ജനിച്ച നിങ്ങൾക്ക് ദാമ്പത്യ സൗഭാഗ്യവും കുടുംബ സന്തോഷവും അനുഭവിക്കാൻ പോകുന്നവരാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്ന ചെറിയ തർക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഒഴിഞ്ഞു മാറും. ഒരു പുതിയ വാഹന ലാഭത്തിനോ അല്ലെങ്കിൽ ഭൂമി വാങ്ങാനോ ഉള്ള യോഗം തെളിയുന്നു. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം, ഒരു ദേവീ ക്ഷേത്രത്തിൽ പോയി പുഷ്പാഞ്ജലി നടത്തുക. വെളുത്ത നിറമുള്ള പൂക്കൾ ദേവിക്ക് സമർപ്പിക്കുക. മല്ലികയാകാം, മുല്ലയാകാം, നന്ദ്യാർവട്ടമാകാം. ഒരു ദരിദ്ര കുടുംബത്തിന് ഒരു ദിവസത്തെ ആഹാരത്തിനുള്ള വക നൽകുക. 9ാമത്തെ നക്ഷത്രം, വീട്ടിൽ 1-ാം തീയതി കയറ്റാൻ കഴിയുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രം കാർത്തികയാണ്. സൂര്യഭഗവാന്റെ തിളങ്ങുന്ന അനുഗ്രഹമുള്ളവരാണ് നിങ്ങൾ. സമൂഹത്തിൽ വലിയ ഔദ്യോഗിക ബഹുമതികൾ, പ്രശസ്തി, പുതിയ ഉദ്യോഗ ലാഭങ്ങൾ എന്നിവ നിങ്ങളെ തേടി വരാൻ പോകുന്നു. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം, മിഥുനം 1-ന് രാവിലെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക. രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കും. ക്ഷേത്രത്തിലോ പാവപ്പെട്ടവർക്കോ നിങ്ങളുടെ ശേഷിക്കനുസരിച്ച് ഒരു ചെറിയ തുക ദക്ഷിണയായി ദാനം ചെയ്യുക. 10ാമത്തെ നക്ഷത്രം വിശാഖമാണ്. ഇന്ദ്രാഗ്നി ദേവന്മാരുടെ അനുഗ്രഹമുള്ളവരാണ് നിങ്ങൾ. പുതിയൊരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ് വലിയ രീതിയിൽ വികസിപ്പിക്കാനോ ഉള്ള അനുകൂല സാഹചര്യമുണ്ടാകും. സമുദായത്തിലോ ഔദ്യോഗിക രംഗത്തോ ഉള്ള ഒരു ഉന്നത വ്യക്തിയുടെ വലിയൊരു സഹായം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം, ഒരു ഭഗവതി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക. സാധിക്കുമെങ്കിൽ അവിടെ ഗുരുതി പുഷ്പാഞ്ജലി നടത്തുക. മലരല്ലെങ്കിൽ കടല നിവേദ്യം സമർപ്പിക്കുക. ക്ഷേത്രനടയിൽ 9 നെയ്വിളക്കു തെളിയിക്കുന്നത് സർവ്വവിഘ്നങ്ങളും മാറ്റും. 11ാമത്തെ നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകരെ മകം പിറന്ന മങ്ക എന്ന് നമ്മൾ പറയാറുണ്ട്. പൂർവികരുടെ, അതായത് പിതൃക്കളുടെ വലിയൊരു അനുഗ്രഹം എപ്പോഴും കൂടെയുള്ളവരാണ് നിങ്ങൾ. നിങ്ങളുടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന എല്ലാതരം ദോഷങ്ങളും കണ്ണീറുകളും തീരാൻ പോകുന്നു. അപ്രതീക്ഷിതമായ ധനവരവ് വർദ്ധിക്കും. തടസ്സങ്ങൾ നീങ്ങും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം, മിഥുനം 1-ന് രാവിലെ നിങ്ങളുടെ പിതൃക്കൾക്ക് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഒരു തർപ്പണം നടത്തുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുക. ഒരു പാവപ്പെട്ട വ്യക്തിക്ക് നല്ലൊരു വസ്ത്രം ദാനം ചെയ്യുക. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. സുഹൃത്തുക്കളെ, ഞാനീ പറഞ്ഞ 11 നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ നാളെ ഒട്ടും വിഷമിപ്പിക്കരുത്. അവരെ സ്നേഹത്തോടെ ആദരിക്കുക. അവരിൽ നിന്നും ചെറിയൊരു കൈനീട്ടം വാങ്ങുക. അത് 1 രൂപയുടെ നാണയമായാലും മതി. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരും. ഇത് പ്രകൃതിയുടെ സത്യമാണ്, ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിനി വരാൻ പോകുന്നത് ഭാഗ്യത്തിൻ്റെ, നേട്ടത്തിൻ്റെ, ഉയർച്ചയുടെ വലിയൊരു നേട്ടത്തിൻ്റെ ദിനങ്ങൾ തന്നെയാകും. തീർച്ചയായും ഞാനും പ്രാർത്ഥിക്കും. നന്ദി, നമസ്കാരം.